പ്രധാനമായും 7 ഇക്വേഷൻസ് പഠിക്കണം. ഓക്കെ, അത് എഴുതി പഠിക്കാൻ വേണം. സോ നമ്മളൊരു ചെറിയൊരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതാണ് ഒരു പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൽ പല കാര്യങ്ങളും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അറൈവൽ അറ്റ് ടെലിഫോൺ ബൂത്ത്. അപ്പോൾ ടെലിഫോൺ ബൂത്താണ് ഇവിടെ. നമുക്കിപ്പോൾ ഇല്ലാത്തൊരു സാധനമാണ് ടെലിഫോൺ ബൂത്ത്. പണ്ട് ടെലിഫോൺ ബൂത്ത് വളരെ വ്യാപകമായിരുന്നു. സോ ടെലിഫോൺ ബൂത്തിന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. അറൈവൽസ് അറ്റ് ടെലിഫോൺ ബൂത്ത് ആർ കൺസിഡേർഡ് ടു ബി പോയ്സൺ വിത്ത് ആൻ ആവറേജ് ടൈം ഓഫ് 10 minutes between one arrival and next arrival. നമുക്കിവിടെ അറൈവൽ റേറ്റ് പറയണം, സർവീസ് റേറ്റ് പറയണം, ലംഡയും അറിയണം, മ്യൂവും അറിയണം. ലംഡയും മ്യൂവും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഞാൻ ഒന്നുകൂടെ പറയാണ്, അറൈവൽ റേറ്റ് കണ്ടുപിടിക്കാനും സർവീസ് റേറ്റ് കണ്ടുപിടിക്കാനും കുറച്ച് ഡിഫിക്കൽട്ടാണ്. കുറച്ച് ലോജിക് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചാൽ ഈ കണക്കുകളൊക്കെ വളരെ ഈസിയാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം അറൈവൽ റേറ്റ് എത്രയാണ്, സർവീസ് റേറ്റ് എത്രയാണെന്നുള്ളത്. അറൈവൽസ് അറ്റ് എ ടെലിഫോൺ ബൂത്ത് അതെങ്ങനെയാണെന്ന് പറയുന്നത് വിത്ത് ആൻ ആവറേജ് ടൈം ഓഫ് 10 minutes between one arrival and next arrival. ഒരു കസ്റ്റമർ വന്ന് ടെലിഫോൺ ബൂത്തിൽ വന്ന് പിന്നെ അടുത്ത കസ്റ്റമർ വരാൻ 10 minutes എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആവറേജ് ടൈം ഓഫ് 10 minutes between one arrival and next arrival. ഒരാളുടെ അറൈവലും രണ്ടാമത്തെ ആളുടെ അറൈവലും തമ്മിൽ എത്ര മിനിറ്റിന്റെ വ്യത്യാസമുണ്ട്? 10 മിനിറ്റിന്റെ വ്യത്യാസമുണ്ട്. അതിന്റെ അർത്ഥം 10 മിനിറ്റ് കൂടുമ്പോഴാണ് ഓരോ കസ്റ്റമർ വരുന്നത്. 10 മിനിറ്റ് കൂടുമ്പോഴാണ് ഓരോ കസ്റ്റമറും വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സെന്റൻസിൽ നിന്ന്. അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഈ സെന്റൻസിൽ പറയുന്നതാണ് അറൈവൽസ് അറ്റ് ടെലിഫോൺ ബൂത്ത് ആർ കൺസിഡേർഡ് ടു ബി പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണത്. എത്രയും സമയം എടുക്കുന്നത്? വിത്ത് ആൻ ആവറേജ് ടൈം ഓഫ് 10 minutes between one arrival and next arrival. ഒരാൾ വന്നിട്ട് പിന്നെ അടുത്ത ആൾ വരണമെങ്കിൽ 10 മിനിറ്റ് എടുക്കും. സോ 10 മിനിറ്റ് കൂടുമ്പോഴാണ് ഓരോ കസ്റ്റമേഴ്സും വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, ഒരു മണിക്കൂറിൽ എത്ര 10 മിനിറ്റ് ഉണ്ട് എന്ന് നോക്കിയാൽ മതി. 10 മിനിറ്റ് കൂടുമ്പോഴാണ് ഓരോ കസ്റ്റമർ വരുന്നത്. സോ ഒരു മണിക്കൂറിൽ എത്ര കസ്റ്റമർ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 6 കസ്റ്റമേഴ്സാണ് വരുന്നത്. കാരണം 10 മിനിറ്റ് കൂടുമ്പോഴാണല്ലോ ഓരോരുത്തർ വരുന്നത്. സോ 6 കസ്റ്റമേഴ്സാണ് ഒരു മണിക്കൂറിൽ വരുന്നത്. The length of the phone call is assumed to be distributed exponentially with mean 3 minutes. സോ ഒരാൾ കോൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അയാൾ 3 മിനിറ്റ് എടുക്കും ഫോൺ ചെയ്ത് തീരാനാണ് പറയുന്നത്. ലെങ്ത് ഓഫ് ദ ഫോൺ കോളിന്റെ ലെങ്ത് 3 മിനിറ്റ് ആണ്. അതിന്റെ അർത്ഥം 3 മിനിറ്റ് കൊണ്ട് അയാൾക്ക് സർവീസ് കിട്ടുന്നുണ്ട്. 3 മിനിറ്റ് ആണ് അയാൾക്ക് സർവീസ്. സോ 3 മിനിറ്റ് കൊണ്ട് അയാൾക്ക് സർവീസ് കിട്ടിയിട്ട് അയാൾ പോകുന്നുണ്ടെന്ന് അർത്ഥം. സോ സർവീസ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ക്ലൂ ആണ് അത്. സോ 3 മിനിറ്റ് ആണ് ഒരാൾ ഫോണിൽ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര ആൾക്കാർ ഫോണിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരാൾ സംസാരിച്ച് തീരാൻ 3 മിനിറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എത്ര ആൾക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. സോ വളരെ സിമ്പിളാണ്. ഒരു മണിക്കൂറിൽ എത്ര 3 മിനിറ്റ് ഉണ്ട് നോക്കിയാൽ മതി. സോ നമുക്ക് സർവീസ് റേറ്റും കിട്ടും. അങ്ങനെ അറൈവൽ റേറ്റും സർവീസ് റേറ്റും കണ്ടെത്തിയതിന് ശേഷം നമ്മളോട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്? ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്യൂ എന്ന് പറയുമ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഒഴിവാക്കിയിട്ട് പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ സംസാരിച്ച് നിൽക്കുന്ന ആളെയും കൂട്ടിയിട്ടുള്ള ആവറേജ് നമ്പറാണ് ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളെ നമ്മൾ കൂട്ടാൻ പാടില്ല. ക്യൂവിൽ നിൽക്കുന്ന ആളുടെ ആവറേജ് നമ്പർ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. മൂന്നാമത്തെ ചോദ്യം, ആവറേജ് ടൈം എ കസ്റ്റമർ സ്പെൻഡ്സ് ഇൻ ദ സിസ്റ്റം. എത്ര സമയം ഒരു കസ്റ്റമർ സിസ്റ്റത്തിൽ, മൊത്തം സിസ്റ്റത്തിൽ ഇൻക്ലൂഡിങ് കോളിംഗ് ടൈം, എത്ര സമയം അയാൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ ചോദ്യം, ആവറേജ് ടൈം എ കസ്റ്റമർ വെയിറ്റ്സ് ബിഫോർ ബീങ് സെർവ്ഡ്. ആവറേജ് ടൈം എ കസ്റ്റമർ വെയിറ്റ്സ് ബിഫോർ ബീങ് സെർവ്ഡ്. അതായത് അയാൾ കോൾ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ലൈനിൽ എത്ര സമയം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം ഉദ്ദേശിക്കുന്നത്. സർവ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അയാൾ എത്ര സമയം വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതായത് വെയിറ്റിംഗ് ലൈനിൽ ക്യൂവിൽ അയാൾ എത്ര നേരം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം, പ്രോബിലിറ്റി ദാറ്റ് 4 പേഴ്സൺസ് ആർ വെയിറ്റിംഗ് ഫോർ ദെയർ ടേൺ. 4 വ്യക്തികൾ ലൈനിൽ നിൽക്കാനുള്ള സാധ്യത. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ദ പ്രോബിലിറ്റി ദാറ്റ് 4 പേഴ്സൺസ് ആർ വെയിറ്റിംഗ് ഫോർ ദെയർ ടേൺ എന്നാണ് പറയുന്നത്. അവരുടെ ടേൺ വരാൻ, അതായത് അവർക്ക് ഈ ടെലിഫോൺ ബൂത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ആ വെയിറ്റിംഗ് ലൈനിൽ
4 പേര് വരാനുള്ള സാധ്യത എത്രയുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. 5ാമത്തെ ചോദ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ദ പ്രോബിലിറ്റി ദാറ്റ് 4 persons ആർ വെയിറ്റിംഗ് ഫോർ ദെയർ ടേൺ. 4 പേര് അവരുടെ സമയമാവാൻ വെയിറ്റ് ചെയ്യുന്നതിനുള്ള സാധ്യത. അപ്പോൾ 4 പേര് വെയിറ്റിംഗ് ലൈനിൽ ക്യൂവിൽ നിൽക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണേണ്ടത്. ക്യൂവില് 4 പേരുണ്ടാവാനുള്ള സാധ്യത. ക്യൂവില് 4 പേരുണ്ടാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ടോട്ടൽ സിസ്റ്റത്തിൽ 5 പേരുണ്ടാവാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ടോട്ടൽ സിസ്റ്റത്തിൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷനിൽ പറയുന്നത്. ടോട്ടൽ സിസ്റ്റത്തിൽ n പേരുണ്ടാവാനുള്ള സാധ്യത P of n. സോ ടോട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് വെയിറ്റിംഗ് ലൈനിൽ നിൽക്കുന്ന ആള് പ്ലസ് ടെലിഫോൺ ബൂത്തിന്റെ ഉള്ളിൽ, ആ കൂടിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളെയും കൂട്ടിയിട്ടാണ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ സിസ്റ്റത്തിൽ 5 പേരുണ്ടാവാനുള്ള സാധ്യത കണ്ടുപിടിച്ചാൽ വെയിറ്റിംഗ് ലൈനിൽ ക്യൂവിൽ 4 പേരുണ്ടാവാനുള്ള സാധ്യത നമുക്ക് കിട്ടും. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെയിറ്റിംഗ് ലൈനിൽ അല്ലെങ്കിൽ ക്യൂവിൽ 4 പേരുണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ക്യൂവിൽ n പേരുണ്ടാവാനുള്ള സാധ്യതയല്ല, ടോട്ടൽ സിസ്റ്റത്തിൽ n പേരുണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മൾ ഇക്വേഷനിൽ പഠിച്ചിരിക്കുന്നത്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ സിസ്റ്റത്തിൽ 4 പേരുണ്ടാവാനുള്ള സാധ്യതയല്ല, ക്യൂവിൽ 4 പേരുണ്ടാവാനുള്ള സാധ്യതയാണ്. ക്യൂവിൽ 4 പേര് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സിസ്റ്റത്തിൽ 5 പേരാണ്. കാരണം 4 പേര് ക്യൂവിലും ഒരാള് ആ കൗണ്ടറിന്റെ ഉള്ളിലും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ടോട്ടൽ സിസ്റ്റത്തിൽ 5 പേരുണ്ടാവാനുള്ള സാധ്യതയാണ്. P(5) ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. P(5) കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂവിൽ 4 പേര് ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് കിട്ടും. അതാണ് 5ാമത്തെ ചോദ്യം. ആൻഡ് ആവറേജ് ലെങ്ത് ഓഫ് ദ ക്യൂ. ആവറേജ് ലെങ്ത് ഓഫ് ദ ക്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ആവറേജ് ലെങ്ത് ഓഫ് ദ ക്യൂ ദാറ്റ് ഈസ് ഫോംഡ് ഫ്രം ടൈം ടു ടൈം. ഈ ക്യൂവിന്റെ ആവറേജ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് 6ാമത്തെ ചോദ്യം. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അതായത് ഏറ്റവും അവസാനത്തെ ഇക്വേഷൻ നോൺ എം ടി ക്യൂവിന്റെ ആവറേജ് ലെങ്ത് ആണ് ഏറ്റവും അവസാനം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ആവറേജ് ലെങ്ത് ഓഫ് ദി നോൺ എം ടി ക്യൂ. ആ 8ാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി ഈ F എന്ന് പറയുന്ന ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. സോ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അറൈവൽ റേറ്റ് അറിയണം, ലംഡ അറിയണം. അറൈവൽ റേറ്റ് പറയുന്നുണ്ട് 10 മിനിറ്റ് കൂടുമ്പോഴാണ് ഒരു കസ്റ്റമർ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂറിലുള്ളത്. സോ 60/10 6 കസ്റ്റമേഴ്സ് ആണ് ഒരു മണിക്കൂറിൽ വരുന്നത്. ദാറ്റ് ഈസ് അറൈവൽ റേറ്റ്. 6 കസ്റ്റമേഴ്സ് ഒരു മണിക്കൂറിൽ വരുന്നുണ്ട്. ഇനി സർവീസ് റേറ്റ് എത്രയാണ്? മ്യൂ എത്രയാണ്? 3 മിനിറ്റ് ആണ് ഒരാൾ ഫോൺ ചെയ്യാൻ എടുക്കുന്ന സമയം. 3 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര പേർക്ക് ഫോൺ ചെയ്യാം? അതാണ് 60/3. 20 കസ്റ്റമേഴ്സിന് ഫോൺ ചെയ്യാം. 20 കസ്റ്റമേഴ്സിന് ഫോൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ആ സിസ്റ്റത്തിനുണ്ട്. സോ സർവീസ് റേറ്റ് ഈസ് 20 customers per hour. സോ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഓരോ ക്വസ്റ്റ്യൻ്റെയും അതാത് ഇക്വേഷൻസുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഉത്തരം ഒന്ന് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരണം. ഓരോ ക്വസ്റ്റ്യൻ്റെയും ഉത്തരം വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ, താങ്ക് യു.